അപ്പൊ ഇന്ന് നമ്മളെ നല്ലൊരു സോഫ്റ്റ് ചപ്പാത്തിയും അതേപോലെ നല്ലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ നമ്മളിവിടെ റോസ്റ്റ് ആണ് ചെയ്യണേ. പിന്നെ ചപ്പാത്തി നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വെറും 1 മിനിറ്റ് കൊണ്ടാണ് നമ്മളിവിടെ ചപ്പാത്തി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പൊ നമ്മളെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാം, ഒരു മിനിറ്റ് കൊണ്ട് കുഴച്ചിട്ടുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണേ. അപ്പൊ അതിന് നമുക്ക് ഏത് ആട്ട വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ എടുക്കുന്നത് ചക്കി വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിലയൻസിന്റെ ആട്ടയാണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 250 ഗ്രാം അത്രയ്ക്കും ആട്ട അതിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പിടാണേ. അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടു. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്യണു. ഓക്കെ. പിന്നെ വെള്ളം, ചൂടുവെള്ളം വേണ്ട, സാധാ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇവിടെ എടുക്കണേ. അതെടുത്തിട്ട് ഒന്ന് ഇതിനെങ്ങനെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ കുഴയ്ക്കുമ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ചപ്പാത്തി ഭയങ്കര പാടിലാണ് അതിനെ കുഴക്കണേ കേട്ടോ. ഒത്തിരി കുഴച്ച് നമ്മൾ ഒത്തിരി എനർജിയൊക്കെ കളയും കേട്ടോ ചപ്പാത്തി കുഴക്കും. ഇതൊന്നും വേണ്ട, നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് പറയാം കൂട്ടി തിരുമ്മി വെക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്ന് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി, അതും വളരെ കുറഞ്ഞ ഇതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒരു അരമണിക്കൂർ സമയം മതി. ആ അരമണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ കറിയും വേവിക്കാം കേട്ടോ. ഇപ്പം കണ്ടോ, ഇതിൻ്റെ വെള്ളം ഒരു ചെറിയ നനവിൻ്റെ കുറവുണ്ട് കണ്ടോ. ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് വെള്ളം, അപ്പം ഇങ്ങനെ മൊത്തം ഒഴിക്കരുത്, കയ്യിൽ കുറച്ച് വെള്ളമാക്കുക, ഒന്നിങ്ങനെ നനയ്ക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഒഴിക്കരുത്, അപ്പോൾ നനച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് എടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് പോലും നമ്മൾ സമയം എടുത്തിട്ടില്ല, നമ്മുടെ ചപ്പാത്തിയുടെ കുഴ കഴിഞ്ഞു കണ്ടോ. ഇനി ഞാൻ ചെയ്യുക, ഈ മാവില്ലേ, ഈ മാവ് കൊണ്ട് ഈ പാത്രത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്തെടുക്കാണേ. എന്നിട്ട് ഇതിങ്ങനെ കുഴച്ച് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാം കുഴയൊന്നും ഭംഗിയായിട്ടില്ല കേട്ടോ. കണ്ടോ, ഈ സാധനം ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഇനി ഇത് മൂടി നമ്മൾ ഒരു അരമണിക്കൂർ വെക്കും കേട്ടോ. ഇനിയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അരമണിക്കൂറായി. ഇപ്പം ഇത് നമ്മൾ ഇനി കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത് വെറും ഒരു കുറച്ച് സമയത്തിൻ്റെ കുഴയാൻ വേണ്ടു കേട്ടോ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ചെറിയ ഹോളും ഇടവുകളൊക്കെ വന്നിട്ടില്ലേ, അതിനൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നു കണ്ടോ. ഇത്രയാണ് നമുക്ക് കുഴക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ നമ്മൾ നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ചെറിയ ബോളുകളാക്കാം. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള അത്രയും ബോളുകളാക്കിയിട്ട് കാണിച്ചു തരാം. ചപ്പാത്തിയുടെ ചെറിയ ഉരുളകൾ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉരുളകളുടെ പ്രത്യേകം എന്താ അറിയോ, ഇത് നല്ല റൗണ്ട് ഷേപ്പ് ആവണം കേട്ടോ. ഉരുള നല്ല സ്മൂത്ത് ആയി കഴിഞ്ഞാലാണ് ചപ്പാത്തി നമുക്ക് നല്ല റൗണ്ടിൽ കിട്ടുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത കണ്ടോ. ഇനി നമ്മളിൽ ഇവിടെ ഡസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഒരു ചെറിയ പാത്രത്തിലാണ് കേട്ടോ എടുക്കുക. അപ്പോൾ പിന്നെ അത് നെക്സ്റ്റ് ഡേക്ക് ഉപയോഗിക്കാമല്ലോ, നമുക്കത് കളയണ്ടല്ലോ. ഞങ്ങൾ എന്നും ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കും സ്കൂളിലേക്ക് മക്കൾക്ക് ലഞ്ചിന് കൊടുക്കാനായിട്ടേ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെയാണ് പാത്രത്തിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതാണോ പരത്തേണ്ട പാത്രം, അതിന് മുകളിൽ കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ എടുക്കുന്ന ചപ്പാത്തിയുടെ ഉരുള വെച്ചിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട്, നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ എടുക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ റൗണ്ട് കിട്ടിയില്ലേ. ഇനി വീണ്ടും ഈ പൊടിയിലൊന്ന് ഡസ്റ്റ് ചെയ്യാം കേട്ടോ, കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ ഇത് ചെയ്യുന്ന നേരം കൊണ്ട് ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്യട്ടെ കേട്ടോ. എനിക്ക് ചട്ടി ചൂടായി വരും. എപ്പോഴും ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ചട്ടി ചൂടായി വരണം നമ്മൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കേട്ടോ. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡിയായി. റോൾ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഒരേ പ്രൊപ്പോർഷണലായിട്ട് പോകണം കേട്ടോ, എന്നാലാണ് ആ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. നടുവിൽ മാത്രം റോൾ ചെയ്ത് അറ്റത്തേക്ക് റോൾ ചെയ്യാതിരിക്കരുത്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കയ്യിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൽ എക്സ്ട്രാ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടിയൊക്കെ പോകും കേട്ടോ. ചട്ടി ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ചപ്പാത്തികളൊക്കെ ഒന്നും കൂടി ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ റൗണ്ട് ഷേപ്പ് തന്നെ അതിന് കിട്ടും. ഉരുളകളുടെ റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചപ്പാത്തി പരത്തുമ്പോഴും റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ, ഒരു മാപ്പ് പോലെയൊക്കെ ആവാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പം നമ്മൾ ചപ്പാത്തിയിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇനി അടുത്ത ചപ്പാത്തി പരത്താണ് കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ചപ്പാത്തി പരത്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയാണ് നമ്മൾ ചട്ടി ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് ചൂടായി വരുന്ന നേരമുണ്ട്. കാരണം ഇതിങ്ങനെ പരത്തി വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ ചെയ്യാം നമുക്ക്. അപ്പം അതിന് ചട്ടി ചൂടായതിനു ശേഷം ആദ്യത്തെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പം അതിൽ ചെറിയ ചെറിയ കുമിളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഇട്ട ചപ്പാത്തിയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ അടുത്ത ചപ്പാത്തി ഇവിടെ പരത്തിയ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണേ. എന്നിട്ടൊന്ന് മറച്ചിടാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇവിടെ വീണ്ടും മറിച്ചിടാം. ഇവിടെ നമ്മുടെ ചിക്കൻ കറിയിൽ നിന്ന് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി ഇവിടെ വേവുന്നുണ്ട്. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മറച്ചിട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. നെയ്യിൽ ചെറുതായിട്ട് സൺഫ്ലവറിൻ്റെ ഓയിലും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അത് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് വരാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തിയുടെ മുകളിൽ കേട്ടോ. എന്നിട്ട് മറച്ചിടാം. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചപ്പാത്തി റെഡിയായി കേട്ടോ. ഫുൽക്ക പോലെ വേണമെങ്കിൽ നമുക്കതിനെ പരത്തിയൊക്കെ എടുക്കാം കേട്ടോ. ഞങ്ങൾ ഒത്തിരി ഫുൽക്ക ആക്കാറില്ല, നിങ്ങൾ തന്നെ ചെയ്ത് എടുക്കുക ചെയ്യാറ്. പിന്നെ ചപ്പാത്തി ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എല്ലാ ദിവസവും ലഞ്ചിന് ചപ്പാത്തി കൊടുത്തു വിടും മക്കൾക്ക്. സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പം മോന് ചപ്പാത്തി, മോൾക്ക് ചോറ്, അങ്ങനെയാണ്. അപ്പം അവൻ ചപ്പാത്തിയും കറിയാണ് കൊണ്ടുപോവുക, മോള് ചോറും കറിയാണ് കൊണ്ടുപോവുക. അപ്പം ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യും. നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെയ്തുകൊണ്ട് നോക്കിയപ്പോൾ ചപ്പാത്തി പൊന്തി വരുന്നുണ്ടോ. ഫസ്റ്റ് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ അതിൻ്റെ ചൂടും ഇതൊക്കെ ഒരു ഫാക്ടറാണ് കേട്ടോ ചട്ടിയുടെ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. ഫസ്റ്റ് ചപ്പാത്തി ചെയ്യുമ്പോഴേ ചട്ടിയുടെ ചൂട് അതൊക്കെ അതിലൊരു ഫാക്ടറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, എൻ്റെ രണ്ടാമത്തെ ചപ്പാത്തി നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ ചപ്പാത്തി എടുത്തിട്ടാണേ. ഇനി പെട്ടെന്ന് ആയി കിട്ടുമേ. അപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് എനഡൈസ്ഡ് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് ചൂടായി വരും ചെയ്യും. അപ്പോൾ നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യാനും പറ്റും കേട്ടോ എനഡൈസ്ഡ് ആണെങ്കിൽ. നമ്മൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സിലിക്കണിൻ്റെ തവിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്റ്റീലിൻ്റെ തവിയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനഡൈസ്ഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ തവിയൊക്കെ യൂസ് ചെയ്യാം. ഇത് ഞാൻ മേടിച്ചത് റിലയൻസിൽ നിന്നാണ്. നമുക്ക് ആമസോണിൽ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒരു ചപ്പാത്തി എങ്ങനെ ഇരിക്കുകയെന്ന്. കണ്ടില്ലേ, കണ്ടോ, ഇതാണ് നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ നമ്മൾ ഒരു പണിയും ഇല്ലാതെയാണ് നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയത്. കണ്ടോ, എല്ലാ ചപ്പാത്തിയും നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ലഞ്ചിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഞാനിവിടെ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ റാപ്പ് ചെയ്യാനുള്ള പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് ഇവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുക. കാരണം അത് അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി ചൂടോടെ തന്നെ, ചൂടൊന്നും ഉണ്ടാവില്ല എന്നാലും ചപ്പാത്തിക്ക് അതേപോലെ തന്നെ കിട്ടും, വല്ലാതെ നമുക്ക് ഇതാവില്ല. അപ്പം അതിന് വേണ്ടിയാണ് ഇതിപ്പോൾ ഈ ചപ്പാത്തി നമുക്കൊരു 6 മണിക്കൂർ സമയം ഇതേപോലെ തന്നെ ഒരു ഇതിൽ പേപ്പർ റാപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും.